വരുന്ന കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മാത്രവുമല്ല, കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. എപ്പോഴും നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പരാതിയും പരിഭവവും അതുതന്നെയാണ്, നമുക്ക് സൈറ്റ് സീയിങ്ങിന് ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വമല്ല സത്യം പറഞ്ഞാൽ കൊണ്ടുപോകാത്ത കാര്യം. ഈ 6 night 7 days പാക്കേജ് എടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ടൈറ്റ്ലി ഷെഡ്യൂൾഡ് ആയിരിക്കും കാര്യങ്ങൾ. നമുക്ക് കാൻറ്റൺ ഫെയർ ഉണ്ടാവും, ഷെൻജൻ ഉണ്ടാവും, പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഡേ ഒരു ലോക്കൽ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം മുതൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാർക്കറ്റ് വിസിറ്റ്, 6 മണി മുതൽ 10 മണി വരെ നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാത്രി കാണാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഏറ്റവും അവസാനത്തെ ദിവസം പകൽ സമയം കൂടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം മുതൽ ഒരു 70% മാർക്കറ്റും 30% സൈറ്റ് സീയിങ് എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ ഈ വർഷം മുതലുള്ള കാൻറ്റൺ ഫെയറുകൾ പ്ലാൻ ചെയ്യുന്നത്. കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിനോടൊപ്പം ഒരു 8-10 വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് കാണുക. അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ നിങ്ങളൊരു കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 ഘട്ടങ്ങളായിട്ടാണ് കാൻറ്റൺ ഫെയർ ഉള്ളത്. ഫേസ് 1, 2, 3. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് തരം ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളൊരു ഫേസ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പുതിയ ബിസിനസ് അവസരങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ബിസിനസ് ഒന്നുമില്ല, പകരം പുതിയ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 1-ാമത്തെയോ 3-ാമത്തെയോ ഫേസ് പങ്കെടുക്കുക. ഇനി ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ്, മിഷനറീസ്, ഓട്ടോമോട്ടീവ് സാധനങ്ങളാണെങ്കിൽ ഫസ്റ്റ് ഫേസ് പങ്കെടുക്കുക. ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ, ഫർണിച്ചർ, ഹാർഡ്വെയർ ഐറ്റംസ്, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഫേസ് പങ്കെടുക്കുക. ടോയ്സ്, കോസ്മെറ്റിക്സ്, ഷൂസ്, ബാഗ്, ഓഫീസ് സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ 3-ാമത്തെ ഫേസ് പങ്കെടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം, അത് കൃത്യമായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്യുക. അത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, നിങ്ങൾ ആരോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഒരു ടൂർ ഓപ്പറേറ്ററിനോടൊപ്പമാണ് നിങ്ങൾ അവിടെ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടമെന്ന് പറയുന്നത് ചില്ലറയല്ല. കാരണം അവരവിടെ ഏതെങ്കിലും ഒരു ടൂർ ഏജൻറ്റിനെ ആയിരിക്കും ഏൽപ്പിച്ച് വിടുക, നിങ്ങൾ ഈ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാനും കാൻറ്റൺ ഫെയർ കാണിക്കാനും. അവരിതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തരണമെന്നില്ല. ഏതൊക്കെ ബിൽഡിങ്ങുകളിൽ, ഏതൊക്കെ ബ്ലോക്കുകളിൽ, ഏതൊക്കെ ഫ്ലോറുകളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നൊരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തരണമെന്നില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ, വന്നിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടാൽ അറിയാം. നമ്മൾ കൃത്യമായിട്ടൊരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ കൃത്യമായി പറയും ഏത് ബ്ലോക്കിലൂടെ സഞ്ചരിക്കണം, ഏത് ബ്ലോക്കിലാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുള്ളത്, അത് ഏത് ഫ്ലോറിലാണ്, ഏത് കോർണറിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മാപ്പ് വെച്ച് കൃത്യമായി ഒരു ക്ലാസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ ഒരു സെഷന് ശേഷമാണ് ഞങ്ങൾ ആ ഹാളിനകത്തേക്ക് അവരെ വിടുക. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനോടൊപ്പമാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വർത്തായിരിക്കും. ഞങ്ങളെപ്പോലെ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം പോയാലും. അത് പറയാൻ കാരണം ഏകദേശം ഒരു 100,000-ഓളം ഫാക്ടറി ഔട്ട്ലെറ്റ്സ് വരും ഓരോ ഫേസിലും. നിങ്ങൾക്ക് ആകെ ഒരാളിനെ കാണാൻ കിട്ടുന്ന സമയം 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യുക. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു തീരാൻ കഴിയുകയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആവശ്യം എന്താണോ അത് ഏറ്റവും ആവശ്യം കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം കാണുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ തരാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ നോക്കുക. പിന്നെ ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ് ഞാൻ മറ്റ് വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് കാണുക. എന്ത് സംശയമുണ്ടെങ്കിൽ, ഇപ്പോൾ കാൻറ്റൺ ഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് സമയത്തും ഞങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും.